गाड़ी गाड़ी നിർത്തിക്കോ ടേൺ ചെയ്യാൻ നോക്കണം കേട്ടോ ഓക്കെ ബോൾ ഞാൻ കാടി ബോൾ അവിടെ പാസ് ഇത് നോക്കട്ടോ ഇത് നോക്കട്ടോ നമ്മളെക്കാൾ ഇപ്പോൾ ഹലോ നമ്മളെക്കാൾ സൈസുള്ള പ്ലേയേഴ്സ് വരൂലേ നമ്മളെക്കാൾ ബോഡിയുള്ള പ്ലേയേഴ്സ് വരൂലേ അപ്പോൾ നമ്മൾ എങ്ങനെ ഡിഫെൻഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം ബോൾ പാസ് ചെയ്തു ഈ പാസ് ചെയ്തു ഇതാണ്ടോ വന്നു ഞാൻ ഗാഡി നിർത്തി ഞാൻ ഈ പ്ലെയർ അങ്ങനെ നിർത്തി ട്രൈ ഇതാണ്ടോ ഇപ്പം ഞാനിങ്ങനെ ടേൺ ചെയ്തു ഇതെന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ടേൺ ചെയ്യാൻ പറ്റിയത് അപ്പുറത്തെ ആളില്ലാത്തതുകൊണ്ടല്ല എഗെയിൻ സജിന് ബോൾ തന്നു സജി ബോൾ തന്നിട്ട് സജിന് എന്നെ ഡിഫെൻഡ് ചെയ്തത് ഇവിടെയാണ് എന്താ പറഞ്ഞോ സജിൻ എന്നെ ഡിഫെൻഡ് ചെയ്ത് ഇവിടെ എനിക്കിങ്ങനെ ടേൺ ചെയ്യാം എപ്പോഴും ഒരു സൈഡിലല്ല ഡിഫെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ ഈ പ്ലെയർ ഇങ്ങനെ ഗാഡി ചെയ്യുകയാണെങ്കിൽ ഇവിടെയാണ് ഡിഫെൻഡ് ചെയ്യേണ്ടത് അപ്പോൾ സജിന് ടേൺ ചെയ്തോ സജിൻ എങ്ങോട്ടാണ് ടേൺ ചെയ്യണത് സജിൻ ഇപ്പോൾ ബോൾ അവിടെ നിന്ന് ടേൺ ചെയ്തു സജിൻ ആരെ ഫ്രണ്ടിക്കാണ് ടേൺ ചെയ്യണേ എൻ്റെ ഫ്രണ്ടിക്കാണ് വീണ്ടും ടേൺ ചെയ്യണേ എപ്പോഴും നമ്മളെക്കാൾ സൈസുള്ള പ്ലെയേഴ്സിൻ്റെ കൂടെ ഈ സാധനം ചെയ്യരുത് ഇത് ചെയ്ത ഫൗളാണ് കൈ കൊണ്ട് തള്ളരുത് ഇവിടെ ഫീൽ ചെയ്യുക ബോൾമ മാത്രം നോക്കുക ബോൾമ വാച്ച് ചെയ്യുക ആ പ്ലെയർ എപ്പോഴാണോ ഇപ്പോൾ സജിനെ ബോൾ തന്നോ സജി ടേൺ ചെയ്തോ സജി ഇപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടോ സജിൻ്റെ ഫ്രണ്ടിലാണ് ട്രൈ ഇതാ ഈ സാധനങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴാണോ സജിൻ്റെ കാലുമെന്ന് ബോൾ മിസ്സാവണത് അപ്പം നമുക്ക് മനസ്സിലാവുമല്ലോ ഈ പ്ലെയറെ കാലുമെന്ന് ബോൾ കൺട്രോളിൽ നിന്ന് പോയിന്ന് അപ്പം കുത്തുക വെറുതെ കാലിട്ടു ഇപ്പം അങ്ങനെ കാലിട്ടു വിചാരിച്ചോ ഈ കാലിട്ടു സഞ്ജു ഓക്കെ ഞാൻ അങ്ങനെ കാലിട്ടു ടേൺ ചെയ്തു ഇങ്ങനെ കാലിട്ടു ഈ പ്ലെയർ തിരിഞ്ഞു പിന്നെ അവൻ്റെ മുന്നിൽ ഓപ്പൺ എന്താ അപ്പോൾ ഒരിക്കലും ബ്ലൈൻഡായിട്ട് കാലിടരുത് കാലിടുമ്പോൾ 100% ആ ബോൾ കിട്ടുമോ കാലിടുക അല്ലെങ്കിൽ കാലിടരുത് ആ പ്ലെയർ അങ്ങനെ ഹോൾഡ് ചെയ്താൽ മതി ഈ പ്ലെയർ ഇവിടെ ഹോൾഡ് ചെയ്യുമ്പോൾ ആരൊക്കെ ഇറങ്ങി വരും നമ്മുടെ ടീമേറ്റിനെ വിളിച്ച് സമയമുണ്ടോ ആ പ്ലെയേഴ്സ് ഇറങ്ങിയ സമയമുണ്ട് നേരെ മറിച്ച് നമ്മൾ ബ്ലൈൻഡായിട്ട് ഇപ്പഴേ കണ്ടു പോയിട്ടാലോ ആരപ്പോൾ ബോൾ വന്ന് ബോൾ കളയരുതിട്ട് ഇനി ബോൾ കളയാൻ പാടില്ല പടപ്പെട്ടാണ് കളി പോട്ടെ എങ്ങനെയും മുന്നിൽ തന്നെ പോട്ടല്ലേ പെട്ടെന്ന് കളി പോട്ടെ ഇതിൻ്റെ ഉള്ളിലാട്ടോ ഗ്രിഡിൻ്റെ ഉള്ളിലുള്ള കളി പുറത്ത് കളിയില്ല പെട്ടെന്ന് കളി പോട്ടെ ആ ഗുഡ് വൺ സ്പീഡാട്ടെ ഇതെന്താ ഷൂ ഉണങ്ങിയിട്ടില്ലേ ഇന്നലെ മഴ പെയ്തോ എപ്പോ അതെ ഓക്കെ സ്പീഡാവണം തമാശല്ല അശ്വന്ത് സ്പീഡാവണം കളി സ്പീഡാവണം കേട്ടോ പെട്ടെന്ന് ടച്ചൊക്കെ പെട്ടെന്ന് പോട്ടെ ഈ ടച്ച് എടുക്കുമ്പോൾ ഈ നോട്ടല്ല ഇത് അഭിഷേക് പാസ്സാട്ട് ഈ പാസ് തരുന്നതിൻ്റെ മുന്നേ നോക്കേണ്ടത് പിന്നെ തന്നിട്ട് നോക്കാൻ പാടില്ല ആ ബോൾ അവിടുന്ന് തന്നു ആ ബോൾ ആ ടച്ചിൽ നോക്കുക വേണ്ടോ പിന്നെ ഇങ്ങനെ നോക്കി നിൽക്കരുത് ഈ തലത്രല്ല എങ്ങനെയാണ് വേണ്ട ഈ വിഷനിൽ ബോൾ കാണാൻ പറ്റണം മനസ്സിലാണ്ട ഞാൻ ഇങ്ങനെ അഭിഷേകിനെ നോക്കുമ്പോൾ ഈ ബോൾ കാണാൻ പറ്റണം ഞാനിപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് അഭിഷേകിനെ കാണാൻ പറ്റുന്നുണ്ടോ അപ്പം അഭിഷേക് ഒരു ഡിഫൻഡറാ വിചാരിച്ചോ അഭിഷേക് വരികയാണ് ഞാൻ ഇങ്ങനെ ബോളുമ്പോൾ നോക്കുകയാണെങ്കിലോ അതാണ് ഡിലേ ആവാൻ കാരണം മനസ്സിലായോ നമ്മൾ ഈ ബോൾ തന്നു ബോൾ പാസ് തന്നു റൊമാരി ഓടി വന്നോ അയ്യോ എനിക്കെന്നെ തരണം റെഡി എഗെയിൻ റൊമാരിയോ ഡിഫൻഡറാ കേട്ടോ ഇതൊരു സിറ്റുവേഷൻ മനസ്സിലായിക്കോ ഈ ബോൾ തന്നു ഞാൻ ഈ ബോൾ നമുക്ക് നോക്കി കണ്ടോ എത്തി നേരെ മറിച്ച് റൊമാരി അവിടുന്ന് വാ എഗെയിൻ റൊമാരിയ തരുന്ന ബോളിൽ തന്നോ കണ്ടോ എനിക്ക് ടച്ച് എടുക്കുക കറക്റ്റ് ഫ്രണ്ടിലേക്ക് ഈ തല മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇങ്ങനെ തല പൊക്കി പഠിക്കുക ഹെഡ്സപ്പ് തല പൊക്കി നോക്കുക ഇങ്ങനെ നോക്കി നോക്ക് ബോൾ താഴെ കാണാൻ നോക്കി നോക്ക് ഇത്ര ഇപ്പം
ഇന്ന് ഇങ്ങടിന്റെ കാലുമൊക്കെ നോക്കിയാൽ മതി. കാല് ബോൾ കാണാണ്ടോ? താഴെ ബോളിനെ കാണില്ല. കാല് കാണാല്ലേ നമുക്ക്? ഇങ്ങനെ നോക്കുമ്പോൾ കാല് കാണാല്ലേ? ഇങ്ങനെ നോക്കരുത്. ഇതില്ല, ഇതാണ്. റെഡി, പ്ലേ ഓൺ. കാലുമൊക്കെ നോക്കല്ല കേട്ടോ. ബോൾ പൊക്കലില്ല, ബോൾ പൊക്കലും ഇല്ല, കാലുമൊക്കെ നോക്കലും ഇല്ല. ഇതൊക്കെ എപ്പോഴും ബോൾ റിസീവ് ചെയ്യുമ്പോഴും ബോൾ പാസ് കൊടുക്കണതിന്റെ മുന്നിൽ ഇപ്പൊ ഞാനിപ്പോ മറ്റേ ഇയാൾക്ക് പാസ് ചെയ്യാണ്, ഞാൻ ഇയാളെയാണ് നോക്കണ്ടത് ബോളിനാണോ നോക്കണ്ടത്? ഞാൻ ആരെയാണ് നോക്കേണ്ടത്? ബോളിനാണോ ആളെയാണോ? ആളെയാണ് ഞാൻ നോക്കേണ്ടത്. കാരണം ഈ ബോൾ ഇവിടെ ഉള്ളത് എനിക്കറിയാം, മനസ്സിലായോ? നമ്മൾ പൊട്ടനല്ലോ, അങ്ങനെ അടിക്കൂല നമ്മള്. എനിക്കിവിടെ ബോളിനെ അറിയാം, ഞാൻ അയാളെ നോക്കിയിട്ട് പാസ് കൊടുത്താൽ മതി അല്ലേ? തന്നോ? ഈ റിസീവ് ചെയ്യുമ്പോൾ വേണ്ട, ഈ നോക്കൽ നോക്കിയിട്ട് പിന്നെ തല പൊക്കണം, മനസ്സിലായോ? ഈ ബോൾ വരുന്നതിന്റെ മുന്നേ ബോൾ നോക്കിയിട്ട് പിന്നെ നമ്മളെ തല പൊന്തണം. തല ഞാൻ ഇങ്ങനെ തല പിടിച്ചിട്ടാണെങ്കിൽ എന്താ ഉണ്ടാകുക? ബോൾ ഡിഫൻഡേഴ്സ് എടുത്തോണ്ട് പോകും. അപ്പൊ ഇപ്പൊ തന്നെ എന്ത് ചെയ്യണം? ഇപ്പൊ ബോൾ തരുന്നു, അനന്ത് അതാ ബോൾ തന്നു, എനിക്ക് പാസ് തന്നു, പാസ് നോക്കി എടുത്തു. വേണ്ട, ഒരു കളിക്കാരൻ എങ്ങനെയാ കളിക്കേണ്ടത്? യെസ്, ഇങ്ങനെ നോക്കണം, കളി മുഴുവൻ കാണണം. നമ്മളെ മുന്നിൽ ആരൊക്കെ ഉണ്ട്, നമ്മളെ ബാക്കിൽ ആരൊക്കെ വരുന്നേ, അതൊക്കെ നമ്മൾ സ്കാൻ ചെയ്തുകൊണ്ടേ നിൽക്കണം. അപ്പം നമ്മൾ ഈ ബോൾ വരുന്നു, ഇപ്പം നമ്മൾ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക? ഇമ്പ്രൂവ് ആവും, നമ്മൾ പെർഫെക്റ്റ് ആക്കാൻ പറ്റും നമ്മളെ തെറ്റുകൾ. ഓക്കെ, റെഡി? അപ്പോൾ എടുക്കുന്നതിൻ്റെ മുന്നേ ബോൾ പാസ് തന്നു, ബോൾ പാസ് തന്നു, തന്നു 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 എടുത്തു, കണ്ടോ? പിന്നെ നോക്കുക ആളെവിടെയാണ്. പിന്നെ ഇങ്ങോട്ടില്ല, ബോളിൻ്റെ കാലിലോട്ടിലുണ്ട്. ഈ ടച്ച് ചെയ്യുന്ന ആൾ ഞാനല്ലേ? താഴെ ഈ ടച്ച് ചെയ്യുന്ന ആൾ ഞാനല്ലേ? അപ്പം എനിക്കറിയാലോ ഈ ബോൾ എങ്ങോട്ടാ പോയിന്ന്, മനസ്സിലായില്ലേ? എടുക്കണ ബോൾ കൺട്രോളിൽ കിടക്കുക, പാസ്. ഓക്കെ, ഇപ്പം തന്നെ ചെയ്ത് പഠിച്ചാൽ നമ്മൾ എന്തായി? പിന്നെ നമ്മളൊരു ഒരു കൊല്ലം കൂടിയും കഴിയുമ്പോൾ നമ്മളെ കളി എന്താവും? നമ്മളെ കളി മാറും. നമ്മളാകെ ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ ചില പ്ലേയേഴ്സിനെ പറയില്ലേ, അവർ ബോളുമ്മ കൂടി നോക്കില്ല കേട്ടോ പറയില്ലേ? അതെന്തുകൊണ്ടാ? അവർ ചെറുപ്പം മുതലേ ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ നിൽക്കുകയാണ്. ഓക്കെ, റെഡി? അങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. എല്ലാവരും വിടക്ക്, ഇവിടെ അവിടെ തന്നെ നിങ്ങൾ നിന്നിരുന്നോർത്ത്. ഇപ്പൊ എത്ര നേരത്തായി? ഇവിടെ തന്നെ നിന്നിരുന്നു. ഇതൊക്കെ ഇവിടെ നിന്നു. നിങ്ങൾ കളിക്കുമ്പോൾ ഇങ്ങനെയല്ലേ കളിക്കണ്? എന്തിനൊരു ബോളിന്റെ കൂടെ എല്ലാവരും ഇപ്പൊ ഇവിടെ ബോൾ തന്നു. ഈ ഗ്രൗണ്ടിൽ എത്ര സ്ഥലമുണ്ട് ഇനി ബാക്കി? ഈ ഗ്രൗണ്ടിൽ എത്ര സ്ഥലമുണ്ട് ബാക്കി? എവിടെയൊക്കെ സ്ഥലമുണ്ട് ഗ്രൗണ്ടിൽ? അവിടെ സ്ഥലമുണ്ട്, അവിടെ സ്ഥലമുണ്ട്, അവിടെ സ്ഥലമുണ്ട്. ഒരു ഫുട്ബോൾ കളിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കളിക്കേണ്ടത്. ഞാൻ എന്താണ് പറഞ്ഞത്? എവിടേക്ക് പോകണം എന്നാണ് പറയണത്? നമ്മൾ എങ്ങോട്ട് പോകണം? ഇപ്പൊ ബോളുള്ള ആൾ ഇവിടെയാണ്, ഞാൻ എൻ്റെ കാലിലെ ബോള് ഞാൻ ഇവിടെയാണ്. അപ്പൊ നിങ്ങൾ എൻ്റെ കൂടെ ഇവിടെ നിൽക്കുകയാണോ വേണ്ടത്? സ്പേസിലേക്ക് പോവുകയാണോ വേണ്ടത്? പിന്നെ എന്താ നിങ്ങൾ ഇങ്ങനെ വട്ടം ചുറ്റി കളിക്കണ്? ജോഫിൻ അവിടെ പോയി, പോയിക്കോ. ജോഫിൻ അവിടെ പോയി, ഇയാളിവിടെ പോയി, ഇയാളവിടെ പോയി, ഇയാളിവിടെ പോയി. ജോഫിൻ അവിടെ പോയി, ഇയാളിവിടെ പോയി. അവിടെ പോ, ഇയാളവിടെ പോയി. ഇപ്പൊ ഇയാളിൽ ബോള് വിചാരിച്ചോ? ഇയാൾക്ക് എത്ര ഓപ്ഷൻ ഉണ്ട്? കുറേ ഓപ്ഷൻസ് ഇല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത് വന്ന് കളിക്കരുത്. ഇപ്പൊ ഇയാൾ ഈ പാസ് തന്നു, പിന്നെ ഇയാൾക്ക് ആ ബോൾ കൊണ്ട് പോകാം, മനസ്സിലായോ? അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ഒരു ബോളിന്റെ 4 പുറം ഇങ്ങനെ ഓടരുത്, മനസ്സിലായില്ലേ? എപ്പോഴും സ്പേസിൽ പോയിട്ട് ബോൾ വാങ്ങുക, വരിക, ഡ്രിബിൾ ചെയ്യുക, കൊടുക്കുക, പാസ് കൊടുക്കുക, അതാണ് കളി. അല്ലാതെ ഇങ്ങനെ ബോളിന് പിന്നാലെ പോക്കല്ല. ഓക്കെ, ഇനി ബോളിന്റെ കൂടെ നിൽക്കരുത് കേട്ടോ. എല്ലാവരും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കളിക്കുക. ഓക്കെ, ബോളിന് ഡ്രിബിൾ ചെയ്യണം, പാസ് കൊടുക്കണം. ഓക്കെ, റെഡിക്കോ? ഇങ്ങനെ ഓരോരുത്തരും നിൽക്കണമെന്നില്ല. നിങ്ങൾ ചോദിച്ചോ, അങ്ങനെ ചോദിച്ചോ, അങ്ങനെ റൗണ്ട് ചെയ്യണ്ട, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കണം. ഗുഡ് വൺ. അങ്ങനെ തന്നെ, അങ്ങനെ ഇതണ്ട. ഇത് ജോഫിനൊക്കെ നോക്കണക്ക് അങ്ങനെയൊക്കെ പോട്ടെ. ഗുഡ് വൺ. അതന്നെ. കളിക്കട്ടെ, സ്പീഡ് ആവണം. ബോളിന്റെ അടുത്തേക്ക് പോകരുത്. ഗുഡ് വൺ. ഡിഫൻഡേഴ്സ്, ഗോൾ കീപ്പറും വാ ഇൻസൈഡ് വായോ? ഇത് ഗ്രൗണ്ടിനുള്ളിൽ വാ, ഇൻസൈഡ് വാ.
എപ്പോഴും ഈ ചെയ്യുമ്പോഴേ ഈ കളിക്കുമ്പോൾ ഇതിൽ പോയി നിൽക്കരുത് ഇട്ട ബോൾ വാങ്ങാൻ. ഇപ്പൊ ഫുട്ബോളിലാണെങ്കിലും ഈ ലൈനിൽ വാങ്ങരുത്. അഥവാ നമ്മൾ ടച്ച് പോയാൽ പിന്നെ ആ ബോൾ എങ്ങട്ടാ കുറച്ച് മുന്നിരിക്കുക. അപ്പോൾ ടച്ച് പോയാൽ നമുക്ക് എടുക്കാൻ റിക്കവർ ചെയ്യാൻ സമയം വേണം. ഈ അറ്റത്ത് പോയി ഒരു ടച്ച് പോയാൽ നേരെ ബോൾ കൊണ്ട് പോകും. പിന്നെ റിസീവ് ചെയ്യുന്ന ബോൾ ഇൻസൈഡ് റിസീവ് ചെയ്യുക. അപ്പം ഇങ്ങനെ വരുന്ന ബോൾ ഇങ്ങനെ റിസീവ് ചെയ്യുക, ഇങ്ങനെ ചെയ്യാതെ. ഓക്കെ, റെഡി? 5 ആൾ പുറത്ത്.